രാഹുൽ അമേഠി വിടുന്നു എന്നതിനപ്പുറം രാഹുൽ ഗാന്ധി അമേഠിയിലും പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിലും മത്സരിക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അതിൻ്റെ കാരണം ഈ രണ്ടു പേരും മത്സരത്തിനിറങ്ങുന്നത് ഇനി നടക്കാനിരിക്കുന്ന 5 ഘട്ടങ്ങളിലെ വോട്ടെടുപ്പിൽ കാര്യമായ സ്വാധീനം ചെലുത്തും രാജ്യത്തെമ്പാടും. അത് ഉത്തർപ്രദേശിൽ മാത്രമല്ല, ഉത്തർപ്രദേശിൽ നിശ്ചയമായും അതൊരു തരംഗത്തെ തന്നെ സൃഷ്ടിക്കും. നമുക്കറിയാമല്ലോ, ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് 80 സീറ്റുകളുള്ളൊരു സംസ്ഥാനമാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും ഉത്തർപ്രദേശ് വളരെ നിർണായകമാണ്. 2014 ഒറ്റയ്ക്ക് BJPക്ക് ഭൂരിപക്ഷം സമ്മാനിക്കുന്നതിൽ ഉത്തർപ്രദേശ് നൽകിയ സംഭാവന ഒട്ടും തന്നെ ചെറുതല്ല. 80 സീറ്റുകളിൽ 71 സീറ്റുകളും 2014 നേടിയാണ് BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കരസ്ഥമാക്കിയത് പാർലമെൻറ്റിൽ. അപ്പോൾ അതുമാത്രമല്ല, ഉത്തർപ്രദേശിൽ ആര് നേട്ടം കൊയ്യുന്നോ അവർ രാജ്യം ഭരിക്കുമെന്നൊരു ചൊല്ലു തന്നെയുണ്ട്. സ്വാഭാവികമായിട്ടും ഉത്തർപ്രദേശിൻ്റെ ആ ഒരു വലിപ്പവും 80 സീറ്റുകളുടെ ഒരു ആധിക്യവും ഒക്കെ തന്നെയാണ് അവരെ ഒരു നിർണായകമായ സംസ്ഥാനമാക്കി മാറ്റുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും ഉത്തർപ്രദേശ് വളരെയധികം നിർണായകമാണ്. ഞാൻ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 51% വോട്ടാണ് BJP അന്ന് കരസ്ഥമാക്കിയത്. അപ്പോഴും അവർക്ക് അവിടെ സീറ്റ് കുറയുകയാണ് ചെയ്തത്. 2014 അപേക്ഷിച്ച് 62 സീറ്റിലേക്ക് അവർ കുറയുകയാണ്. ഏതാണ്ട് 8 സീറ്റുകളുടെ 9 സീറ്റുകളുടെ കുറവ് അവിടെ ഉണ്ടായി. 2022 ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് പെർസെൻറ്റേജ് BJPക്ക് ഉയർത്താൻ കഴിഞ്ഞെങ്കിലും സീറ്റുകൾ ഗണ്യമായി കുറഞ്ഞു എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. 2017 വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ 312 സീറ്റുകളാണ്. 403 അംഗ നിയമസഭയിൽ 312 സീറ്റുകൾ നേടിയാണ് യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായി ഉത്തർപ്രദേശിൻ്റെ ചുമതലയേൽക്കുന്നത്. എന്നാൽ 2022 വരുമ്പോൾ ആ 312 സീറ്റ് എന്നുള്ളത് 255 സീറ്റുകളായി കുറഞ്ഞു. 57 സീറ്റുകളുടെ കുറവാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതായത് 2 വർഷം മുമ്പ് നടന്ന ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായത് 57 സീറ്റുകളുടെ നഷ്ടമാണ്. അത് മാത്രവുമല്ല, അവിടെ 2017 കേവലം 47 സീറ്റ് മാത്രമായിരുന്ന സമാജ്വാദി പാർട്ടി അവരുടെ സീറ്റ് എത്രയായിട്ടാണ് ഉയർത്തിയെന്നറിയാം? 111 സീറ്റായിട്ട് ഉയർത്തി. അപ്പോൾ 2022 വരുമ്പോൾ 2014 നിന്ന് 8 വർഷം പിന്നിടുമ്പോൾ ഉത്തർപ്രദേശ് മറ്റൊരു രാഷ്ട്രീയ സ്വഭാവം കാണിച്ചു തുടങ്ങിയിട്ടുള്ളൊരു സംസ്ഥാനമാണ് എന്ന് നമുക്ക് ഈ ഡാറ്റയിൽ നിന്ന് മനസ്സിലാക്കാം. മാത്രവുമല്ല, 32% വോട്ടാണ് സമാജ്വാദി പാർട്ടി അവിടെ നേടിയിട്ടുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 1 സീറ്റാണ് കേട്ടോ BSPക്ക് കിട്ടിയത്. 2 സീറ്റ് കോൺഗ്രസിനുണ്ട്. BSPയോ അല്ലെങ്കിൽ കോൺഗ്രസോ നന്നായി പെർഫോം ചെയ്യാത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് 2022 നടന്നത് എന്ന് നമുക്ക് പറയാം. എങ്കിൽ കൂടിയും സമാജ്വാദി പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു വലിയ വെല്ലുവിളിയായി 2022 ഉയർന്നു വന്നിരുന്നു. ഇപ്പോഴും അതിശക്തമായ മുന്നേറ്റം തന്നെയാണ് സമാജ്വാദി പാർട്ടി അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. അവിടെ ഇനിയിപ്പോൾ വേണ്ടത് കോൺഗ്രസ് കൂടുതൽ ഊർജ്ജസ്വലമാവുക എന്നുള്ളതാണ്. ഇപ്പം രാഹുൽ ഗാന്ധി അമേഠിയിൽ ജയിക്കുമോ തോൽക്കുമോ, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ ജയിക്കുമോ തോൽക്കുമോ എന്നതിനപ്പുറം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സര രംഗത്ത് വരുന്നത് വഴി കോൺഗ്രസ് മിഷണറി ചലിക്കുന്നൊരു രീതിയുണ്ട്. അത് മാത്രവുമല്ല, അത് ആ സംസ്ഥാനത്തുടനീളം ഒരു തരംഗമായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഏകപക്ഷീയമല്ല ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ തന്നെ BJPക്കുള്ളിലും അതുപോലെ തന്നെ BJPയെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ജാതി വിഭാഗങ്ങൾക്കിടയിലും ഉണ്ടായിട്ടുള്ള വിള്ളലുകൾ വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ഒരു ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുണ്ട്, കേന്ദ്ര സർക്കാരിനെതിരായിട്ടുണ്ട്. ഈ ഘടകങ്ങളെല്ലാം ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെ പ്രിയങ്ക ഗാന്ധിയെ പോലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങൾ തന്നെയാണ് അവർ ഒരു കുടുംബമാണെന്നും അല്ലെങ്കിൽ കുടുംബാധിപത്യമാണ് എന്നൊന്നും പറഞ്ഞ് നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നൊരു കുടുംബവുമല്ല യഥാർത്ഥത്തിൽ അത്. കാരണം വെച്ചാൽ 2 പേർ രക്തസാക്ഷികളായ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും രക്തസാക്ഷികളായ ഒരു കുടുംബത്തിൻ്റെ പിന്തുണച്ചക്കാരാണ് അവരെന്ന് മാത്രവുമല്ല, ഇന്ത്യ എന്തായിരിക്കണം, ഇന്ത്യ എങ്ങനെയായിരിക്കണം എന്ന് ഏറ്റവും നന്നായി ഡിഫൈൻ ചെയ്തിട്ടുള്ള ഭരണാധികാരി, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭരണാധികാരി എന്ന് നാം ഇപ്പോഴും കരുതുകയും ഇന്ത്യയെ നന്നായി നിർവഹിച്ചിട്ടുള്ള ഭരണാധികാരി എന്ന് ഇപ്പോഴും നാം മനസ്സിലാക്കുകയും ചെയ്യുന്ന നെഹ്റുവിൻ്റെ പിന്തുണച്ചക്കാരാണ്. ഞാനൊരു കാര്യം ലളിതമായി പറയാം. അയോധ്യയിലെ രാമക്ഷേത്രത്തേക്കാൾ പുരോഗമനപരമാണ് ഈ പറയുന്ന അലഹബാദിലെ ആനന്ദഭവനം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അയോധ്യയിലെ രാമക്ഷേത്രം ഈ രാജ്യത്ത് എത്രത്തോളം പിന്തിരിപ്പനായ ആശയങ്ങൾക്ക് പ്രചോദനമായിരിക്കുന്നു, അല്ലെങ്കിൽ ആ പിന്തിരിപ്പനായ ആശയങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ എത്രത്തോളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, അതിനേക്കാൾ എത്രയോ ഉയരത്തിലാണ് അലഹബാദിൽ നെഹ്റുവൊക്കെ ജനിച്ച ആനന്ദഭവനം എന്ന് പറയുന്നത്. ആ ആനന്ദഭവനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും പുരോഗമനപരമായ ആശയങ്ങളുടെ ഒരു സിമ്പൽ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്കൊക്കെ ഇന്ത്യക്ക് ഒരുപാട് കടപ്പാടുകളുള്ള നേതൃത്വ നിര തന്നെയാണ് അവർ. അപ്പോൾ ആ നേതൃത്വ
നേതൃത്വ നിരയിൽപ്പെട്ട രണ്ടാളുകൾ ഒരു കുടുംബത്തിൽപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല. ആ അർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സ്ഥാനാർത്ഥിത്വം ഈ പറയുന്ന ഉത്തർപ്രദേശിൽ മാത്രമായിരിക്കില്ല, അടുത്ത 5 ഘട്ട വോട്ടെടുപ്പുകളിൽ രാജ്യത്തെമ്പാടും ഒരു തരംഗം തന്നെ ഉണ്ടാക്കും. ആ തരംഗം എന്ന് പറയുന്നത് പ്രതിപക്ഷം അവരുടെ ഏറ്റവും മുൻനിര നേതാക്കളെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് അവരുടെ ആവനാഴിയിലെ എല്ലാ ആയുധങ്ങളും എടുത്ത് പ്രയോഗിച്ചുകൊണ്ട് ഈ ഹിന്ദുത്വ ആശയത്തെ എതിർക്കുവാനും പ്രതിരോധിക്കുവാനും രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. അവർ ഈ മത്സരത്തിൽ ആ മത്സരത്തെ ഏറ്റവും തീക്ഷ്ണമാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. അവർ ഈ മത്സരത്തെ ഏറ്റവും ഗൗരവത്തോടെ കാണുന്നു, ഈ മത്സരത്തെ ഏറ്റവും നിർണായകമായി കാണുന്നു എന്നൊരു സന്ദേശം വോട്ടർമാർക്ക് നൽകാൻ തീർച്ചയായും കഴിയും. അല്ലാതെ ഈ പറയുന്ന അമേഠിയിൽ മത്സരിക്കാതിരിക്കുക, റായ്ബറേലിയിൽ മത്സരിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ അമിത്ഷായൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭയമാണ് എന്നാണ്, അപ്പോൾ പേടിച്ചോടുകയാണ് എന്നാണ്. മത്സരത്തിൽ വിജയവും പരാജയമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ 2019 തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ പരാജയപ്പെട്ടില്ലേ, വയനാട്ടിൽ കാര്യമാണ് തെരഞ്ഞെടുപ്പിൽ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായിരിക്കുന്നത് കൊണ്ട് തന്നെ മത്സര രംഗത്തുണ്ടാകുക, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നിന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞവസാനിപ്പിക്കുന്നു, രാഹുൽ ഗാന്ധി അമേഠിയിലും പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിലും മത്സരിക്കുകയാണെങ്കിൽ നിശ്ചയമായും ഇപ്പോൾ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും രാജ്യത്തുടനീളം ഉണ്ടായിരിക്കുന്ന ഒരു ഒരു മുന്നോട്ട് പോകാനുള്ളൊരു ശക്തി, ആ ശക്തി നിശ്ചയമായും ഈ 2 സ്ഥാനാർത്ഥിത്വങ്ങൾ വഴി ലഭ്യമാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് ഒരു കാരണവശാലും ഇക്കാര്യത്തിലൊരു വിട്ടുവീഴ്ച ചെയ്യരുത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരരംഗത്ത് വരട്ടെ. അത് ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ വടക്കേ ഇന്ത്യയിലും ഇനി നടക്കാനിരിക്കുന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും അതിൻ്റേതായ ഗുണം സൃഷ്ടിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. Meet the editors.